ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് രസകരമായ ഒരു കഥയാണ്. കഥയുടെ പേര് മാജിക് പെൻസിൽ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, യദു ഒരു വലിയ മരത്തിൻ്റെ അടുത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒരു വലിയ മരം, എ ബിഗ് ട്രീ. അപ്പം അടുത്തുകൂടി എന്നുള്ളതിന് നമുക്ക് നിയർ എന്നിവിടെ യൂസ് ചെയ്ത് എഴുതാം. നടക്കുക എന്ന് വെച്ചാൽ എന്താ? വാക്ക്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? നടക്കുകയായിരുന്നു എന്നാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. നടക്കുകയായിരുന്നു. അപ്പം ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. യദു ഒരു വലിയ മരത്തിൻ്റെ അടുത്തുകൂടി നടക്കുകയായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? യദു. അപ്പം ഇവിടെ നമുക്കറിയാം ഒരു കഴിഞ്ഞു പോയ കാര്യം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് വാസ് ഓർ വേറെ ചേർത്ത് എഴുതാമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ചേർക്കാൻ പോണേന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ യദു എന്ന് പറയുന്നത് ഒറ്റ ഒരാളാണ്, ഒരു സിംഗുലർ പേഴ്സണാണ്, ഒറ്റ ഒരാൾ, കുറേ പേരില്ല, ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പം നമുക്ക് വാസ് യൂസ് ചെയ്യണോ വേറെ യൂസ് ചെയ്യണോ നമുക്ക് നോക്കാം. യദു വാസ്. നമ്മളിവിടെ വാസ് ആണ് യൂസ് ചെയ്തത്. കാര്യം ഇതൊരു സിംഗുലാർ, ഒറ്റ ഒരാളല്ലേ ഉള്ളൂ, ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്. യദു വാസ്. പിന്നെന്താ? നടക്കുക. നടക്കുക എന്ന് വെച്ചാൽ എന്താ? വാക്ക്. നടക്കുക എന്ന് വെച്ചാൽ വാക്ക്. അപ്പം ഇവിടെ എന്താ? നടക്കുകയായിരുന്നു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം നമുക്ക് യദു വാസ്, നമുക്ക് ഈ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എഴുതാം സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി ഫോം. അപ്പോൾ ഇതൊരു സ്ട്രക്ചറാണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇത് ഞാൻ എഴുതിയത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ യദു വാസ്. അപ്പോൾ യദു എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. അപ്പം സബ്ജക്റ്റിന് കൂടെ നമ്മൾ വാസ് ആഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റ് പ്ലസ് വാസ്. വേറെ ആഡ് ചെയ്യാത്ത എന്താണെന്നും പറഞ്ഞു. കാര്യം യദു ഒരു സിംഗുലറാണ്. ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആദ്യം നമുക്കിവിടെ വേറെ ആഡ് ചെയ്യാമായിരുന്നു. യദുവിന് പകരം ദേവിയൊക്കെ ആയിരുന്നെങ്കിൽ ആഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ യദു എഴുതി, സബ്ജക്റ്റ് യദു, പിന്നെ വാസ് ഞാൻ എഴുതി, പിന്നെ വാക്കെന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം. അപ്പം വെർബിൻ്റെ കൂടെ ഞാൻ ഐ എൻ ജി യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഐ എൻ ജി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്, ഈ ഒരു സ്ട്രക്ചർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഐ എൻ ജി എന്തുകൊണ്ട് യൂസ് ചെയ്തു എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യദു വാസ് വാക്കിംഗ്. എന്താണ് അടുത്ത് എഴുതാൻ പോണത്? നമ്മൾ നിയർ. യദു വാസ് വാക്കിംഗ് നിയർ എ ബിഗ് ട്രീ. ഒരു വലിയ മരത്തിൻ്റെ അടുത്തുകൂടി, എ ബിഗ് ട്രീ. യദു വാസ് വാക്കിംഗ് നിയർ എ ബിഗ് ട്രീ. യദു ഒരു വലിയ മരത്തിൻ്റെ അടുത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പം ഒന്നും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ഇപ്പം നമുക്ക് ഓൾറെഡി ഈ ആയിരുന്നു എന്നുള്ള സെൻറ്റൻസ് നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും. ഇപ്പോൾ എവിടെ ഇങ്ങനൊരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാര്യം നടക്കുകയായിരുന്നു. അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ നടക്കുകയായിരുന്നു ആയതുകൊണ്ടാണ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണിത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇത് എഴുതിയേക്കണേ. അപ്പം എങ്ങനെയാണ്? യദു വാസ് വാക്കിംഗ് നിയർ എ ബിഗ് ട്രീ. യദു വാസ് വാക്കിംഗ് നിയർ എ ബിഗ് ട്രീ. യദു ഒരു വലിയ മരത്തിൻ്റെ അടുത്ത് കൂടി നടക്കുകയായിരുന്നു. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പെൻസിൽ കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൻ, ഹി. മരം, ട്രീ. അപ്പം ചുവട്ടിൽ, മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പം നമുക്ക് പറയാം അണ്ടർ ദ ട്രീ. ഒരു പെൻസിൽ, എ പെൻസിൽ. കാണുക എന്ന് വെച്ചാൽ എന്താ? സി. അപ്പം ഇവിടെ കണ്ടു എന്നാണ്. അപ്പം നമ്മൾ സിയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പെൻസിൽ കണ്ടു. നമുക്ക് എങ്ങനെ എഴുതാം? ഹി. അപ്പം കാണുക എന്ന് വെച്ചാൽ സി. അപ്പം സിയുടെ പാസ്റ്റ് ഫോമാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പം സിക്ക് 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാ? സി, സ, സീൻ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോണേ സെക്കൻഡ് ഫോമാണ്, ഹി, സ, SAW. കാര്യം എന്താ? കണ്ടു, ഓൾറെഡി കണ്ട് കഴിഞ്ഞ കാര്യമാണ്. അപ്പം കാണുക എന്ന് വെച്ചാലല്ലേ സി. അപ്പം കണ്ട് കഴിഞ്ഞ കാര്യം ആയതുകൊണ്ടാണ് ഞാനിവിടെ സ എഴുതിയത്. ഹി, സ,
എ പെൻസിൽ, ഒരു പെൻസിൽ എന്നുള്ളത് ഞാൻ ഇവിടെ എ പെൻസിൽ എഴുതി. ഹി സാ എ പെൻസിൽ എവിടെയാണ് കണ്ടത്? മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ നമുക്ക് എഴുതാം മരത്തിൻ്റെ ചുവട്ടിൽ എന്നുള്ളതിന് അണ്ടർ ദ ട്രീ, അണ്ടർ ദ ട്രീ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഹി സാ എ പെൻസിൽ അണ്ടർ ദ ട്രീ. അവൻ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പെൻസിൽ കണ്ടു. ഹി സാ എ പെൻസിൽ അണ്ടർ ദ ട്രീ. ഹി സാ എ പെൻസിൽ അണ്ടർ ദ ട്രീ. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ തിളങ്ങുക, തിളങ്ങുക എന്ന് വെച്ചാൽ എന്താ? ഗ്ലോയിങ് എന്ന് പറയാം, നമുക്ക് ഷൈനിങ് എന്ന് പറയാം. അപ്പം അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇറ്റ് ഈസ്, ഇവിടെ ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ മനസ്സിലായി ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. അപ്പം അതൊരു തിളങ്ങുന്ന പെൻസിൽ ആയിരുന്നു എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യായിരുന്നു? ഇറ്റിൻ്റെ കൂടെ ആയിരുന്നു. നമ്മൾ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസ് പഠിച്ചത് ആയിരുന്നു എന്നാണ്. അപ്പം അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? വാസ്. അപ്പം ഇവിടെ അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. കാര്യം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. ഇത് ഇപ്പോഴത്തെ ഒരു കാര്യം നമ്മൾ പറയണത്. അപ്പം നമുക്കിവിടെ വാസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് എ ഷൈനിങ്, അല്ലെങ്കിൽ നമുക്ക് ഗ്ലോയിങ് എഴുതാം. ഇറ്റ് ഈസ് എ ഷൈനിങ് പെൻസിൽ, ഇറ്റ് ഈസ് എ ഗ്ലോയിങ് പെൻസിൽ. ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മൾ എങ്ങനെ എഴുതിയത്? അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. ഇറ്റ് ഈസ് എ ഷൈനിങ് പെൻസിൽ. അപ്പം ഇവിടെ ഞാൻ വാസിൻ്റെ കാര്യം പറയാം, കാരണം ജസ്റ്റ് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതൊരു തിളങ്ങുന്ന പെൻസിൽ ആയിരുന്നു എന്നായിരുന്നെങ്കിൽ നമുക്ക് എഴുതായിരുന്നു ഇറ്റ് വാസ് എ ഷൈനിങ് പെൻസിൽ. അപ്പം ഇവിടെ അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കാര്യം പറയാണ്. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം മറ്റേതായിരുന്നെങ്കിൽ നമുക്ക് ഒരു പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതൊരു തിളങ്ങുന്ന പെൻസിൽ ആയിരുന്നു. അപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആയിട്ടാണ് നമ്മളിവിടെ ഇറ്റ് ഈസ് എ ഷൈനിങ് പെൻസിൽ ഈസ്. അപ്പം മറ്റേ ആയിരുന്നു വരുമ്പോൾ നമുക്ക് ഈസിൻ്റെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ എഴുതുന്നത്, വാസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം നമ്മൾ തൊട്ട് മുമ്പ് അതാണ് പഠിച്ചത്. വാസ് യൂസ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. ഇറ്റ് ഈസ് എ ഷൈനിങ് പെൻസിൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്ലോയിങ് പെൻസിൽ. വേറെയും കുറച്ച് വേർഡ്സ് ഉണ്ട്, പക്ഷേ അതൊക്കെ പറയാൻ ഇവിടെ പറ്റുന്നില്ല, കാരണം ടൈമില്ല. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പം അതുകൊണ്ട് അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. ഇറ്റ് ഈസ് എ ഷൈനിങ് പെൻസിൽ. നമുക്ക് വൊക്കാബുലറീസ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം, എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ളത്. അപ്പം ആ ഒരു ടോപ്പിക്കിൽ ഞാൻ ഇതെല്ലാം പറയാം. അപ്പം ഇവിടെ എന്താ നമ്മൾ എഴുതിയത്? അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. ഇറ്റ് ഈസ് എ ഷൈനിങ് പെൻസിൽ. അതൊരു തിളങ്ങുന്ന പെൻസിലാണ്. ഇറ്റ് ഈസ് എ ഷൈനിങ് പെൻസിൽ. നെക്സ്റ്റ് പോയിൻറ്റ്, അവൻ വളരെ അതിശയത്തോടെ ആ പെൻസിൽ എടുത്തു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൻ, ഹി. വളരെ അതിശയത്തോടെ എന്നുള്ളതിന് നമുക്ക് ഗ്രേറ്റ് സർപ്രൈസ് എന്ന് എഴുതാം. ആ പെൻസിൽ എടുത്തു. അപ്പം എടുക്കുക എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പിക്ക് എന്ന് പറയാം, ടേക്ക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എടുത്തു എന്നാണ്, ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പം പിക്കായിരുന്നെങ്കിൽ നമുക്ക് പിക്കിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. ഇപ്പം നമ്മൾ ടേക്ക് ആയിരുന്നെങ്കിൽ ടേക്കിൻ്റെ പാസ്റ്റ് ഫോം എഴുതാം. ടേക്കിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ടുക്ക്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൻ വളരെ അതിശയത്തോടെ ആ പെൻസിൽ എടുത്തു. നമുക്ക് എങ്ങനെ എഴുതാം? ഹി. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോണത് എടുത്തു. എടുക്കുക എന്ന് വെച്ചാൽ പിക്ക് എന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ടേക്ക് എന്ന് പറയാം. ഇവിടെ ഞാൻ പിക്ക് എന്നാണ് എഴുതാൻ പോണത്. അപ്പോൾ പിക്ക് എന്ന് വെച്ചാൽ എടുക്കുക. അപ്പം ഇവിടെ എടുത്തു എന്നായിട്ട് ഞാൻ പിക്കിനെ പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ഹി പിക്ഡ്. ഹി പിക്ഡ് അപ്പ് ദ പെൻസിൽ. എങ്ങനെയാ? വളരെ അതിശയത്തോടെ. ഹി പിക്ഡ് അപ്പ് ദ പെൻസിൽ ഇൻ ഗ്രേറ്റ് സർപ്രൈസ്. ഹി പിക്ഡ് അപ്പ് ദ പെൻസിൽ ഇൻ ഗ്രേറ്റ് സർപ്രൈസ്. സർപ്രൈസ് എന്ന് വെച്ചാൽ എന്താ? അതിശയം. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അവൻ വളരെ സന്തോഷത്തോടെ ആ പെൻസിൽ എടുത്തു. ഹി പിക്ഡ് അപ്പ് ദ പെൻസിൽ ഇൻ ഗ്രേറ്റ് സർപ്രൈസ്. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പല രീതികളിൽ എഴുതാം. അപ്പം ഞാൻ ഇവിടെ ഞാൻ ഈ ഒരു രീതിക്കാണ് എഴുതി. നമുക്ക് വേണമെങ്കിൽ വേറെ രീതിക്കും എഴുതാം. അപ്പം നമുക്ക് ഞാൻ പറയാം എങ്ങനെയാണ് വേറെ രീതികളിൽ എങ്ങനെ എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. നമുക്ക് എഴുതാം ഹി പിക്ഡ് അപ്പ് ദ പെൻസിൽ ഇൻ സർപ്രൈസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഹി പിക്ഡ് അപ്പ് ദ പെൻസിൽ സർപ്രൈസ്ഡ്. അവൻ പെൻസിൽ എടുത്തു, അതിശയിച്ചു. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഹി വാസ് സർപ്രൈസ്ഡ്. ഹി വാസ് സർപ്രൈസ്ഡ്, അവൻ അതിശയിച്ചു. ആൻഡ് പിക്ഡ് അപ്പ് ദ പെൻസിൽ. അങ്ങനെ എഴുതാം. എന്നിട്ട് അവൻ പെൻസിൽ എടുത്തു.
അപ്പം ഇവിടെ ഞാൻ ആ മലയാളം സെൻറ്റൻസിൻ്റെ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എഴുതിയത്. അവൻ വളരെ അതിശയത്തോടെ ആ പെൻസിൽ എടുത്തു. അപ്പം ഹി പിക്ഡ് അപ്പ് ദ പെൻസിൽ ഇൻ ഗ്രേറ്റ് സർപ്രൈസ് ആണ് ഞാൻ എഴുതിയത്. അപ്പം നെക്സ്റ്റ് പോയിൻറ്റ്, അതൊരു സ്വർണത്തിൽ നിർമ്മിച്ച പെൻസിൽ ആയിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം സ്വർണത്തിൽ നിർമ്മിച്ച എന്നുള്ളതിന് നമുക്ക് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് പറയാം. അപ്പം ഇവിടെ ആയിരുന്നു എന്നാണ്. അപ്പം നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് എഴുതി നമുക്ക് നോക്കാം. അതൊരു സ്വർണത്തിൽ നിർമ്മിച്ച പെൻസിലായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ്, അപ്പം ആയിരുന്നു. അപ്പോൾ ആയിരുന്നു എന്നുള്ളത് നമ്മൾ എന്താ യൂസ് ചെയ്യണേ? വാസ്. ഇറ്റ് വാസ് എ പെൻസിൽ. സ്വർണത്തിൽ നിർമ്മിച്ച എന്നുള്ളതിന് നമുക്ക് മെയ്ഡ്, ഇറ്റ് വാസ് എ പെൻസിൽ മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് എഴുതാം. മെയ്ഡ് ഓഫ് ഗോൾഡ്. അപ്പം ഇവിടെ ഈ മെയ്ഡിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? മേക്ക്. അപ്പം മേക്കിന് 3 ഫോംസ് ആണ്. മെയ്ഡ്. അപ്പം നമ്മൾ മെയ്ഡാണ് എഴുതിയത്. മേക്കിനെ പാസ്റ്റ് ഫോമാണ് എഴുതി. ഇറ്റ് വാസ് എ പെൻസിൽ മെയ്ഡ് ഓഫ് ഗോൾഡ്. കാര്യം ഓൾറെഡി സ്വർണ്ണത്തിൽ നിർമ്മിച്ച പെൻസിലാണ്. അപ്പം മേക്ക് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. അതുകൊണ്ടാണ് നമ്മൾ മേക്കിൻ്റെ പാസ്റ്റ് ഫോം ഇവിടെ എഴുതിയത്. പിന്നെ ഇവിടെ എന്താ വാസ് യൂസ് ചെയ്യാൻ കാരണം നിങ്ങൾക്കറിയാം, ഈ ഒരു സെൻറ്റൻസ് ഉണ്ടോ, അതൊരു സ്വർണ്ണത്തിൽ നിർമ്മിച്ച പെൻസിലായിരുന്നു. ഓൾറെഡി നിർമ്മിച്ച് കഴിഞ്ഞ പെൻസിലാണ്. ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പം നമുക്കറിയാം ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യം, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്തിട്ട് എഴുതാം. പക്ഷേ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്? കാര്യം ഇറ്റ് എന്നുള്ളത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വെയർ യൂസ് ചെയ്യാമായിരുന്നു. നമുക്ക് ഇവിടെ വി അല്ലെങ്കിൽ ദേ ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ വെയർ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. അപ്പം ഇവിടെ എന്തുകൊണ്ട് വാസ് യൂസ് ചെയ്ത്? ഞാൻ പറഞ്ഞു, ഒരു സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് വാസ് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. വെയർ യൂസ് ചെയ്യണമെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആവണം. അപ്പം നമ്മൾ എന്താ എഴുതിയത്? അതൊരു സ്വർണ്ണത്തിൽ നിർമ്മിച്ച പെൻസിലായിരുന്നു. ഇറ്റ് വാസ് എ പെൻസിൽ മെയ്ഡ് ഓഫ് ഗോൾഡ്. ഇറ്റ് വാസ് എ പെൻസിൽ മെയ്ഡ് ഓഫ് ഗോൾഡ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മേക്കിൻ്റെ ഫോംസ് എഴുതാം. മേഡും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ആ പെൻസിൽ കിട്ടിയതിൽ അവൻ വളരെ സന്തോഷിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ആ പെൻസിൽ കിട്ടിയതിൽ അവൻ വളരെ സന്തോഷിച്ചു. He was really happy. He was really happy to get that pencil. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതിയെന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് വായിക്കാം. He was really happy to get that pencil. ആ പെൻസിൽ കിട്ടിയതിൽ അവൻ വളരെ സന്തോഷിച്ചു. അപ്പം ഇവിടെ എന്താ നമ്മൾ വാസ് യൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്യാഞ്ഞത്? കാര്യം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴും മനസ്സിലായില്ലേ, ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അവൻ വളരെ സന്തോഷിച്ചു. അപ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്ത്. ഈസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണേ? ഒരു പ്രസൻറ്റ് ഫോം, ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിലാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വാസ് യൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഇപ്പോൾ ചിലവരൊക്കെ വിചാരിക്കും എന്തുകൊണ്ട് നമ്മൾ വാസ് അല്ലെങ്കിൽ വെയർ യൂസ് ചെയ്തുകൂടാ? വെയറും പാസ്റ്റ് ഫോമിൽ നമുക്ക് കഴിഞ്ഞു പോയ കാര്യത്തിൽ വെയർ യൂസ് ചെയ്യാം എന്ന് അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് എന്താ? ഹീ സബ്ജക്റ്റ് ആകുമ്പം ഹീ എന്ന് പറയുന്ന ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ വെയർ യൂസ് ചെയ്യാം. ഒരു കഴിഞ്ഞു പോയ കാര്യം പറയാൻ വെയർ യൂസ് ചെയ്യാം. പക്ഷേ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, അപ്പോൾ ദേ വി ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ വെയർ യൂസ് ചെയ്ത് പറയാമായിരുന്നു. നമ്മളിപ്പം ദേ വെയർ റിയലി ഹാപ്പി ടു ഗെറ്റ് ദാറ്റ് എന്തെങ്കിലും കിട്ടിയതില്ല. അപ്പോൾ അവർ വി ആണെങ്കിലും നമുക്ക് വെയർ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴും സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് നോക്കിയിട്ട് നമുക്ക് ഈസ് വേണോ വാസ് വേണോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പം ഇവിടെ ഈ ഈസ് വാസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു സെൻറ്റൻസ് ആണിത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ആ പെൻസിൽ കിട്ടിയതിൽ അവൻ വളരെ സന്തോഷിച്ചു. ഹി വാസ് റിയലി ഹാപ്പി ടു ഗെറ്റ് ദാറ്റ് പെൻസിൽ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. ആ പെൻസിൽ കൊണ്ട് അവൻ ഒരു ഗിറ്റാർ വരച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം വരച്ചു എന്ന് എഴുതിയിരിക്കണേ. അപ്പം വരയ്ക്കുക എന്ന ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? ഡ്രോ. അപ്പോൾ ഇവിടെ വരച്ചു എന്നാണ്. ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ വരയ്ക്കയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതിയിട്ട് എഴുതാം ഈ ഒരു സെൻറ്റൻസ്.
അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആ പെൻസിൽ കൊണ്ട് അവനൊരു ഗിറ്റാർ വരച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹീ, ഞാൻ പറഞ്ഞായിരുന്നു വരയ്ക്കുക എന്ന് വെച്ചാൽ ഡ്രോ. അപ്പം വരച്ചു എന്നായതുകൊണ്ട് നമുക്ക് പാസ്റ്റ് ഫോം എഴുതാം. ഡ്രോയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പം പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഡ്രോയ്ക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. അപ്പം ഞാനത് ഇവിടെ എഴുതാം. ഡ്രോയ്ക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡ്രോ, ഡ്രോ, ഡ്രൂ, ഡ്രോൺ. അപ്പം ഈ 3 ഫോംസിൽ നമ്മളിവിടെ ഏതാണ് എഴുതാൻ പോണേന്ന് നമുക്ക് നോക്കാം. അപ്പം ഡ്രോ, ഡ്രൂ, ഡ്രോൺ 3 ഫോംസ് ആണ്. അപ്പം നമുക്കിവിടെ ഏതാ എഴുതേണ്ടത്? ഹീ ഡ്രൂ. ഹീ ഡ്രൂ നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതിയത്. സെക്കൻഡ് ഫോം ഹീ ഡ്രൂ എന്താണ് എഴുതാൻ പോണേ ഇനി? ഹീ ഡ്രൂ എ ഗിറ്റാർ. ഗിറ്റാറിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ ജസ്റ്റ് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നും. GUITAR എന്നാണ് ഗിറ്റാർ. GUI ഇവിടെ ഒരു ഐ വരും. അപ്പം GUITAR. ഹി ഡ്രൂ എ ഗിറ്റാർ വിത്ത് ദാറ്റ് പെൻസിൽ. അപ്പം ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. അപ്പം ഇത്രയും പറയാൻ ഇത് PENCI അല്ലാണേ. ജസ്റ്റ് ഞാൻ റബ്ബ് ചെയ്ത് ക്ലിയർ ആയിട്ട് എഴുതാം. ഓക്കെ. ഇപ്പം ഇത് നോക്കുമ്പോൾ ചെറിയൊരു സെൻറ്റൻസ് ആണ്. പക്ഷെ നമ്മളിവിടെ ഈ ഡ്രോ വരയ്ക്കുക, ഡ്രോയെ നമ്മൾ മാറ്റി പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറയണത്. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ആ പെൻസിൽ കൊണ്ട് അവനൊരു ഗിറ്റാർ വരച്ചു. ഹി ഡ്രൂ എ ഗിറ്റാർ വിത്ത് ദാറ്റ് പെൻസിൽ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഗിറ്റാർ വരച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ്റെ കയ്യിൽ ഒരു യഥാർത്ഥ ഗിറ്റാർ മാന്ത്രികമായി പ്രത്യക്ഷപ്പെട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം വരയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? ഡ്രോ. അപ്പം ഇവിടെ നമുക്ക് കാണാം ഗിറ്റാർ വരച്ച് കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പം നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? As soon as he finished drawing the guitar, അവൻ്റെ കയ്യിലൊരു യഥാർത്ഥ ഗിറ്റാർ. അപ്പം യഥാർത്ഥ ഗിറ്റാർ എന്ന് വെച്ചാൽ റിയൽ ഗിറ്റാർ മാന്ത്രികമായി, മാജിക്കലി പ്രത്യക്ഷപ്പെട്ടു. അപ്പം മാന്ത്രികമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പം നമുക്ക് പറയാം ഇങ്ങനെ മാന്ത്രികമായി, മാജിക്കലി അപ്പിയേർഡ് അവൻ്റെ കയ്യിൽ, ഇൻ ഹിസ് ഹാൻഡ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഗിറ്റാർ വരച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ്റെ കയ്യിൽ ഒരു യഥാർത്ഥ ഗിറ്റാർ മാന്ത്രികമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പം നമുക്ക് എഴുതാം as soon as he finished drawing ഇത് ആറാണ്, DRAWING. As soon as he finished drawing the guitar GUITAR ആണ് ഗിറ്റാറിൻ്റെ സ്പെല്ലിങ്. അപ്പം എന്താ? എ റിയൽ ഗിറ്റാർ. ഇവിടെ റിയൽ ഇവിടെ എഴുതാം. എ റിയൽ ഗിറ്റാർ എന്ത് പറ്റി? മാജിക്കലി, മാന്ത്രികമായി, അപ്പിയർഡ് സ്പെല്ലിംഗ് APPEARED. മാജിക്കലി അപ്പിയർഡ് ഇൻ ഹിസ് ഹാൻഡ്. അപ്പം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. As soon as he finished drawing the guitar, a real guitar magically appeared in his hand. അപ്പം ഗിറ്റാർ വരച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ്റെ കയ്യിൽ ഒരു യഥാർത്ഥ ഗിറ്റാർ മാന്ത്രികമായി പ്രത്യക്ഷപ്പെട്ടു. As soon as he finished drawing the guitar, a real guitar magically appeared in his hand. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഈ പോയിന്റ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. യഥാർത്ഥ ഗിറ്റാർ കിട്ടിയതിൽ അവൻ വളരെ സന്തോഷിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? യഥാർത്ഥ ഗിറ്റാർ, റിയൽ ഗിറ്റാർ, വളരെ, വെരി, സന്തോഷിക്കുക, ഹാപ്പി. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്കറിയാം. കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. വളരെ സന്തോഷിച്ചു, ഓൾറെഡി കഴിഞ്ഞ് പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം ഇവിടെ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വാസ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഹി വാസ്. ഇപ്പം എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്? കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റാണ്, ഹി ആണ്.
അതിപ്പം നമുക്ക് അറിയാം, ഒരു കഴിഞ്ഞു പോയ കാര്യം നമുക്ക് വാസ് ഓർ വേറെ യൂസ് ചെയ്തിട്ട് എഴുതാം. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് വേറെ യൂസ് ചെയ്യാൻ? കാര്യം ഹി എന്ന ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പം ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ദേവിയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ പറ്റില്ല, ഹി ആണ് സബ്ജക്റ്റ്, ഹി സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം ഹി വാസ് എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? ഹി വാസ് വെരി ഹാപ്പി ടു get that guitar. He was very happy to get that guitar. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. യഥാർത്ഥ ഗിറ്റാർ കിട്ടിയതിൽ അവൻ വളരെ സന്തോഷിച്ചു. He was very happy to get that guitar. He was very happy to get that guitar. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.